അട്ടപ്പാടിക്കായി സമഗ്ര പാക്കേജ് നടപ്പാക്കുമെന്ന് മന്ത്രിതല സംഘം. അട്ടപ്പാടി സന്ദർശിച്ച ശേഷം മന്ത്രിമാരായ പി.കെ. ജയലക്ഷ്മിയും വി.എസ്. ശിവകുമാറും അറിയിച്ചതാണ് ഇക്കാര്യം. അട്ടപ്പാടിയിലെ സ്ഥിതി ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് മന്ത്രി ജയലക്ഷ്മി പറഞ്ഞു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി.കെ. ജയലക്ഷ്മിയും വി.എസ്. ശിവകുമാറും അഗളി പഞ്ചായത്തിലെ നെല്ലിപ്പതിയൂരിലെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. അട്ടപ്പാടിക്കായി പുതിയ പാക്കേജ് കൊണ്ടുവരുമെന്ന് മന്ത്രിതല സംഘം അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കും. മാസത്തിലൊരിക്കൽ ഇവരുടെ സംയുക്ത മീറ്റിംഗ് ചേർന്ന് വിവരങ്ങൾ ഓരോ വകുപ്പ് ഡയറക്ടർമാരെയും അറിയിക്കും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ IAS റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. APL റേഷൻ കാർഡുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് BPL കാർഡ് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അട്ടപ്പാടി വിഷയത്തിൽ യോഗം ചേരും. ഞാൻ എൻ്റെ ITDP ഓഫീസർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. അടുത്ത ക്യാബിനറ്റിൽ പ്രധാന പദ്ധതികളെക്കുറിച്ചുള്ള തീരുമാനങ്ങളെടുക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചും ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്യും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. പട്ടിണി മൂലം അട്ടപ്പാടിയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യത. എത്ര പേർ മരിച്ചു എന്നറിയാൻ കൃത്യമായ സംവിധാനങ്ങൾ സർക്കാരിനില്ല. ആദിവാസി ഊരുകളിൽ പുറം ലോകം അറിയാതെ നിരവധി കുട്ടികളാണ് മരിക്കുന്നത്. പട്ടിണി മൂലം 4 കുട്ടികൾ മരിച്ച അട്ടപ്പാടിയിലെ വെള്ളംകുളം ഊരിലേക്കാണ് മീഡിയ 1 വാർത്താ സംഘം പുറപ്പെട്ടത്. വെറ്റപ്പതി ഊരിലെത്തിയപ്പോൾ വഴി ചോദിക്കാൻ ഇറങ്ങി. അവിടെ കണ്ട നെഞ്ചൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മകൻ മരുതാജലത്തിന് ജനിച്ച കുട്ടി ഒരു ദിവസത്തിന് ശേഷം മരിച്ചു. 2 മാസം മുമ്പ് സംഭവിച്ചതാണിത്. ഇക്കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലായിരുന്നു മരുതാജലത്തിന്റെ ഭാര്യ പ്രസവിച്ചത്. 8ാം മാസത്തിലായിരുന്നു പ്രസവം. 1.5 കിലോ മാത്രമായിരുന്നു കുഞ്ഞിന്റെ തൂക്കം. കുട്ടി പ്രസവമായിട്ട് ഒരു ദിവസം തന്നെ കളഞ്ഞെടുക്കും. കുട്ടി മരിച്ചു. തൂക്കം 1.5 കിലോ. കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്ന മരണങ്ങൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത്. തമിഴ്നാട്ടിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്കിടെ മരിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇവിടെ ലഭ്യമല്ല. വീട്ടിൽ വെച്ച് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ അല്പമെങ്കിലും അധികൃതർ അറിയുന്നത് സാമൂഹ്യ പ്രവർത്തകർ വഴിയാണ്. ഈ വർഷം ജനുവരി 1 കുളപ്പടി ഊരിലെ നങ്കരി നെഞ്ചപ്പ് ദമ്പതികളുടെ കുഞ്ഞു മരിച്ചു. ഈ വിവരം അധികൃതർ അറിയുന്നതാകട്ടെ ഏപ്രിൽ 18-നും. പുറം ലോകം അറിയാത്ത മരണങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. നെച്ചപ്പതി ഊരിൽ നിന്നും ക്യാമറാമാൻ അനൂപ് സിപിയോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. അട്ടപ്പാടിയിലെ ഈ ദുരവസ്ഥ ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിലുള്ളത് തായ്ക്കുല സംഘം നേതാവ് കാളി, ഒപ്പം തന്നെ ഗോത്രമഹാസഭയുടെ നേതാവ് M. ഗീതാനന്ദൻ എന്നിവരാണ്. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA, ഒപ്പം പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി P.K. ജയലക്ഷ്മി, മുൻ മന്ത്രി A.K. ബാലൻ എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി കാളി, ഇപ്പോൾ ഈ ദുരവസ്ഥ, അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഇത്ര ഗുരുതരമാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് മന്ത്രി പറയുന്നു. സമഗ്രമായ ഒരു പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പാക്കേജ് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളാണോ ആദിവാസി മേഖലയിലേത്? മാത്രവുമല്ല, സർക്കാർ ഇത്രയും കാലം അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ടോ? ഇന്ന് മന്ത്രി എത്തി ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ആദ്യമാണ് അറിയുന്നത് എന്ന് പറയുന്നത് തന്നെ ശരിയായ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പും അട്ടപ്പാടിയിൽ മന്ത്രി വന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായ അഹാർട്സ് ഉള്ളപ്പോൾ അത് നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇതുപോലെ ആദിവാസി മന്ത്രിയായ നമ്മുടെ ജയലക്ഷ്മി മേഡത്തോടും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇതുപോലെ പട്ടിണി മരണങ്ങളും കുട്ടികൾ മരിക്കാനുള്ള ഇടയുണ്ടാകും എന്ന് ഒക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ ഈ പദ്ധതി നിർത്തലാക്കിയ ഉടൻ തന്നെയാണ് ടെലിഫോൺ ലൈനിലുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീമതി കാളി, ഞാൻ തിരിച്ചു വരാം. മന്ത്രി P.K. ജയലക്ഷ്മി ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. മിനിസ്റ്റർ, അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്ര ഗുരുതരമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ് മൂലം 31 കുട്ടികളാണ് അട്ടപ്പാടിയിൽ. ഈ കണക്ക് ഇനിയും കൂടാനാണ് സാധ്യത. ഇതെല്ലാം സർക്കാരിൽ എത്തിക്കാവുന്ന സംവിധാനങ്ങൾ ഫലപ്രദമായി ഇപ്പോൾ നടക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ അറിയാൻ വകുപ്പ് മന്ത്രി വൈകിയത്?
അട്ടപ്പാടിയിലെ വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഗവൺമെന്റ് അതിനെ കാണുന്നത്. കഴിഞ്ഞ മാസവും ഞാൻ അട്ടപ്പാടിയിലെ മാർച്ച് 8-ാം തീയതി ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് കുറുമ്പ പാക്കേജ് ഉദ്ഘാടനം അതോടൊപ്പം 1-2 കോളനികൾ വിസിറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോയത്. പക്ഷെ അന്നൊന്നും ഇത്തരം പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിരുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ അട്ടപ്പാടിയിൽ എത്തുകയും ഇന്ന് രാവിലെ ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനി ശിവകുമാർ സാറും ഞാനും അവിടുത്തെ MLA ബഹുമാനി സംസ്ഥിതി MLA അടക്കം ഞങ്ങൾ നെല്ലിപ്പതി കോളനിയിലും അതുപോലെ തന്നെ കടമ്പറ സോളൂർ ഗ്രാമപഞ്ചായത്തിലെ ഊരിൽ നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ശ്രീമതി ജയലക്ഷ്മി അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ വലുതായിരുന്നു, ആദിവാസികളുടേത് പ്രത്യേകിച്ചും. അവർക്ക് വേണ്ടി മന്ത്രിയായതിനു ശേഷം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ മന്ത്രിയായതിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ ദുർഘടമാവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടെ? എന്താണ് അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? എന്ത് പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? പ്രഖ്യാപനങ്ങളല്ലാതെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. നമ്മളിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുറുമ്പ പാക്കേജ് അടക്കം കാര്യങ്ങൾ നമ്മളിപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ വിവിധ കോളനികളുടെ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ അവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായ ധാരണ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. മിനിസ്റ്റർ, ഇതിനു മുൻപും അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ദുരവസ്ഥ പരിഹരിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ITDPയും വിവിധ സർക്കാർ ഏജൻസികളും ഉണ്ടായിരുന്നു. ഇവർക്ക് ആദിവാസികൾക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ള പണം അവരുടെ കൈകളിൽ, അതായത് അർഹരായവരുടെ കൈകളിൽ ഈ പദ്ധതികൾ പൂർണ്ണമായി എത്തുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഹാഡ്സിന് ഇവരുടെ ക്ഷേമ കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ട അവസ്ഥയുണ്ടായത്. അഹാഡ്സ് ആണ് പിന്നീട് കാര്യക്ഷമമായി അല്ലെങ്കിൽ ഏറെക്കുറെ കാര്യക്ഷമമായി ഇവരുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് എത്തിച്ചതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആദിവാസികളുടെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെട്ടതും. ഇപ്പോൾ അഹാഡ്സിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള തീരുമാനം ഒരു സമഗ്രമായ പാക്കേജ് കൊണ്ടുവരാൻ പോകുന്നു. സർക്കാർ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുന്നു. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. ഇതുവരെ പരാജയപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഇനി കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടി അവിടുത്തെ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് നേരത്തെ ചർച്ചയിൽ നമ്മൾ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനിയെ ശിവകുമാർ സാറും ഞാനും MLA ഒക്കെ അടങ്ങുന്ന മീറ്റിംഗിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി 24-ാം തീയതി നടക്കുന്ന ക്യാബിനറ്റ് ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനാവശ്യമായ മറ്റു സൗകര്യ ഫണ്ടുകളൊക്കെ അനുവദിക്കുന്നതായിരിക്കും. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മിനിസ്റ്റർ, ഇതുപോലെ പണം വകയിരുത്തുകയും പദ്ധതികൾ രൂപീകരിക്കുകയും ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആദിവാസികളുടെ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഈ പദ്ധതി സമഗ്രമായ പാക്കേജ് ഇത് നടപ്പാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടോ സർക്കാരിന്? ഹലോ, മിനിസ്റ്റർ കേൾക്കാമോ? യാത്രയിലാണ്, ഒരു പ്രശ്നമുണ്ട്. ശരി, കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? അതായത് സർക്കാരിന്റെ ഇടപെടലുകളെ കുറിച്ച് സംശയം ഉണ്ടാകാനുള്ള കാരണം ഇതിനു മുൻപും പലതവണ പണം വകയിരുത്തുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദിവാസികളുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല അട്ടപ്പാടിയുടെ കാര്യത്തിൽ. ഇപ്പോൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ഇത് കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം സർക്കാരിനുണ്ടോ? മോണിറ്ററിംഗ് സംവിധാനം അടക്കം ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ ഗൗരവത്തോടെയാണ് ഞാൻ ഈ വിഷയത്തെ ഗവൺമെന്റ് കാണുന്നത്. തീർച്ചയായും അത്തരം സംവിധാനങ്ങളോട് കൂടിയായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് അട്ടപ്പാടിയിൽ ആദിവാസികളുടെ പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഇത്ര വൈകി മനസ്സിലാക്കേണ്ടി വന്നത് വകുപ്പ് മന്ത്രിക്ക്? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, എനിക്ക് റേഞ്ച് ഇടയ്ക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ ചോദ്യം,
അല്പം വൈകിപ്പോയില്ലേ അട്ടപ്പാടിയിലെ ഈ ദുസ്ഥിതി മനസ്സിലാക്കാൻ വകുപ്പ് മന്ത്രി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ കഴിഞ്ഞ മാസവും അവിടെ വന്നിരുന്നപ്പോൾ ഇതാരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല. ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല. അത് മന്ത്രി എന്ന നിലയിൽ ഒരു പരാജയമാണെന്ന് ഏറ്റുപറച്ചിലല്ലേ ശ്രീമതി ജയലക്ഷ്മി? ഞാനത് ഏറ്റു പറഞ്ഞതല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പല പ്രാവശ്യം അട്ടപ്പാടിയിൽ പോയിരുന്നു. അപ്പോൾ ഇനിയൊരു വിഷയം മാത്രം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു പരാജയമല്ല ഞാൻ പറഞ്ഞത്. ഏറ്റു റൈറ്റ് മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA ടെലിഫോൺ ലൈനിലുണ്ട്. അതിനു മുൻപ് ശ്രീ ഗീതാനന്ദൻ, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. പുതിയ ഒരു പാക്കേജ് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഫലപ്രദമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിനും രൂപം കൊടുത്തിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ സർക്കാരിന്റെ ഈ നടപടിയെ? മാറ്റമുണ്ടാക്കുമോ ഇത്? ഈ സ്ഥിതി ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പട്ടികവർഗ വകുപ്പിൽ നിന്ന് നടപ്പാക്കുന്ന പല പരിപാടികൾക്കും മോണിറ്ററിംഗ് സംവിധാനമുണ്ട് എന്ന് പറയാറുണ്ട്. എങ്കിലും യഥാർത്ഥ ഗുണഭോക്താവായ ആദിവാസികളുടെ അവരുടെ ഊരുകളിൽ അവർക്ക് വേണ്ടി വകയിരുത്തുന്ന തുകകളൊന്നും തന്നെ എത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയം പരിഹരിക്കാൻ ഗവൺമെൻറ് ചെയ്യേണ്ടത് ആദിവാസികൾക്ക് നേരിട്ട് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ഊരുകൂട്ടങ്ങൾ വഴിയോ ഊര് വികസന സമിതികൾ വഴി ഗുണഭോക്താവിന് നേരിട്ട് പണം എത്തുന്നതിനുള്ള സംവിധാനം ചെയ്യണം. ഇവിടെ ഈ പ്രശ്നം വിവാദമായിരിക്കുന്നത് പോഷകാഹാരക്കുറവ് കാരണം കുട്ടികളുടെ മരണമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബശ്രീക്ക് തന്നെ 20 കോടി രൂപ കൊടുത്തിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ്. അതിൻ്റെ ഒരു ചെറു ശതമാനം പോലും പോഷകാഹാരമായി കുട്ടികൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ഊരുകൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഊരു വികസന സമിതി വഴി പോഷകാഹാര പദ്ധതികൾ നടപ്പാക്കിയിരുന്നു എങ്കിൽ അത് അവർക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തായ്ക്കുലത്തിൻ്റെ നേതാവ് ശ്രീമതി കാളി ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, അഹാഡ്സ് ഉണ്ടായതിന് ശേഷം ഊരു വികസന സമിതികളും തായ്ക്കുല സംഘങ്ങളും ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഗവൺമെൻറ് പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ് പദ്ധതി തന്നെ അവസാനിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ഷംസുദ്ദീനിലേക്ക്, ശ്രീ ഗീതാനന്ദൻ പറഞ്ഞതുപോലെ ഈ പദ്ധതിയുടെ ഗുണങ്ങൾ നേരിട്ട് ഇവരിലേക്ക് എത്താനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് ശ്രീ ഷംസുദ്ദീൻ? പദ്ധതികൾ ആദിവാസി സമൂഹത്തിനിടയിലേക്ക് നേരിട്ട് എത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് അട്ടപ്പാടിയിലുണ്ട്. അത് ITDPയും അതുപോലെ തന്നെ നമ്മുടെ ചില വിഷയങ്ങളിൽ ICDS, അതായത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കുറെ പദ്ധതികളുമായിട്ടാണ് എത്തിക്കുന്നത്. ഇതിനെല്ലാം സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ചില പോരായ്മകളും പാളിച്ചകളും ഉള്ളതായി ഇന്ന് ഞങ്ങളുടെ യോഗത്തിൽ കണ്ടെത്തുകയും ഞാൻ ഇടപെടട്ടെ MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, താങ്കൾ പറഞ്ഞതുപോലെ കാര്യക്ഷമമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനും എത്രയോ മുൻപേ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു ആദിവാസികളുടെ പ്രശ്നങ്ങൾ. അത്രയധികം തുക അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, അവരുടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തന്നെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അർഹരായവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ പൊലിഞ്ഞുപോയ 31 കുട്ടികളുടെ കാര്യം. അപ്പോൾ വീണ്ടും താങ്കൾ അത്തരം കാര്യങ്ങൾ ന്യായീകരിക്കരുത് ദയവ് ചെയ്ത്. താങ്കൾ പറയണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതിയെങ്കിലും കൃത്യമായി നടപ്പാക്കപ്പെടാനും ഗുണഭോക്താക്കൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താനും എന്ത് സംവിധാനം സർക്കാർ ചെയ്യുമെന്നുള്ളത്. ഞങ്ങൾ ഇന്ന് 2 മന്ത്രിമാരും 3 വകുപ്പുകളുടെ ഡയറക്ടർമാരെയും ഞങ്ങൾ സർക്കാർ ഇതിന്റെ ഗൗരവം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അട്ടപ്പാടിയിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ വളരെ വിശദമായി 3-4 മണിക്കൂർ ഇരുന്ന് അതിനൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള വഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇതിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇത് ഒരു 2 കൊല്ലമായി, നിങ്ങളിങ്ങനെ ഇതിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം പറയുമ്പോൾ ഇതൊരു 2 കൊല്ലമായി രൂപപ്പെട്ടിട്ടുള്ള സംഗതിയല്ല. ഇവിടെ ഒരുപാട് പുരോഗമനം ഈ 2 വർഷത്തിനുള്ളിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇത്തരം മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, ദയവായി താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഈ 2 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ചല്ല പറയുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. അല്ലാതെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു സർക്കാരിന്റെ പ്രശ്നമാണ് എന്ന തരത്തിലല്ല. താങ്കൾ പറഞ്ഞു ITDP ഉണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, ഏജൻസികളുണ്ട്. ശരിയാണ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. മാത്രമല്ല, അഹാഡ്സ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അഹാഡ്സ് തുടങ്ങിയ ശേഷമാണ് അവരുടെ പ്രശ്നങ്ങൾ അല്പമെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് പറയാവുന്നതല്ലേ, ഇതെല്ലാം വസ്തുതകളല്ലേ? ഞാൻ പറയട്ടെ, അഹാഡ്സ് നിർത്തലാക്കിയത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റാണ്.
ഞങ്ങൾ അതിന് 9 മാസം ഞാൻ വന്നതിന് ശേഷം ഞാൻ പ്രത്യേക താല്പര്യമെടുത്ത് 9 മാസം അതിന് കാലാവധി നീട്ടിക്കൊടുത്തു. പിന്നീട് അത് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ജപ്പാൻ സഹായത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു പദ്ധതിയാണ്. ജപ്പാൻ സഹായം അവസാനിച്ചു. 5 കൊല്ലത്തേക്കുള്ള പദ്ധതിയായിരുന്നു. അത് 15ഓളം കൊല്ലം പല കാരണങ്ങളാൽ നീട്ടിക്കൊടുത്തു. പിന്നീട് അതിന്റെ കാലാവധി അവസാനിച്ചു. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അഹാഡ്സ് ആദിവാസി ക്ഷേമത്തിനുള്ളതല്ല. അഹാഡ്സ് അട്ടപ്പാടിയുടെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു. പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ ആ കാര്യത്തിൽ അഹാഡ്സ് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹാഡ്സ് 219 കോടി രൂപയാണ് ഈ സംഗതികൾക്ക് വേണ്ടി അവിടെ ചെലവഴിച്ചത്. അപ്പൊ അതിന്റെ ആദിവാസി ക്ഷേമവും അഹാഡ്സും തമ്മിൽ ബന്ധമില്ല. ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട 182 പേർക്ക് മാത്രമാണ് അഹാഡ്സിൽ ജോലി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അഹാഡ്സ് രൂപീകരിച്ചത് പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇടപെടുകയായിരുന്നു. അവർ മുൻകൈ എടുത്താണ് സാക്ഷരത നടപ്പാക്കിയത്. അവർ മുൻകൈ എടുത്താണ് അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തിയത്. ഞാൻ അഹാഡ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മോശമായി കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അഹാഡ്സ് കൂട്ടിയത് ഞങ്ങളല്ല, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഞങ്ങൾ 9 മാസക്കാലം അത് നീട്ടിക്കൊടുത്തു. പിന്നീട് ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. കാരണം ഒരു മാസത്തിൽ അഹാഡ്സ് പ്രവർത്തിക്കണമെങ്കിൽ 50 ലക്ഷം രൂപയാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് അത് പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ്, അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം, ഓഫീസ്, വാഹനം എല്ലാം കൂടി. അപ്പൊ ആ രീതിയിലൊരു തുക ജപ്പാൻ സഹായം അവസാനിച്ച സ്ഥിതിക്ക് ഗവൺമെന്റിന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഹാഡ്സ് ചെറിയ രൂപത്തിൽ പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഹാഡ്സിന്റെ പ്രവർത്തനം നിലച്ചതുകൊണ്ട് ഈ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളെ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി കൂട്ടിക്കാണേണ്ടതുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, ശ്രീ എ കെ ബാലനിലേക്ക്. ശ്രീ എ കെ ബാലൻ, പാക്കേജുകൾ, സർക്കാർ പാക്കേജുകൾ ആദിവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായല്ല. ഇപ്പോഴും സമഗ്രമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് എത്രത്തോളം ഗുണം ചെയ്യും? ഇതിലെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ രാജ്യത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച ഒരു ഭാഗത്തുണ്ട്, അത് ഞാൻ പിന്നീട് വരാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ അവിടെയുള്ള 3 പഞ്ചായത്തുകൾ, അഗളി, പുതൂർ, ഷോളയാർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്താ ചെയ്തത്? ഏത് രൂപത്തിലുള്ള കടുങ്കൈയാണ് ഈ വിഭാഗത്തോട് അവർ ചെയ്തിട്ടുള്ളത്? ഞാൻ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം. അഗളിയിൽ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ 59% ചെലവഴിച്ചത്. പുതൂർ 56% ചെലവഴിച്ചത്. ഷോളയൂർ 39% ചെലവഴിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചത് 66%. ഇതിൽ ഭൂരിപക്ഷവും ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കേണ്ടത് പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് റിവ്യൂ ചെയ്യാൻ ഇതിനൊരു പ്രത്യേക മന്ത്രി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ദിവസം അവിടെ വന്ന് ഇത് റിവ്യൂ ചെയ്തോ? റിവ്യൂ ചെയ്തിരുന്നു എങ്കിൽ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവന മേഖലയെ സംരക്ഷിക്കാൻ കഴിയായിരുന്നില്ലേ? സേവന മേഖലയിലല്ലേ ആരോഗ്യം വരുന്നത്. അട്ടപ്പാടിയിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. ഞാൻ പറഞ്ഞു കേട്ടെ, എന്റെ കാലഘട്ടത്തിൽ 82% അവിടെ എക്സ്പെൻഡിച്ചർ. അപ്പോ ഈ പഞ്ചായത്തിന് നീക്കി വെച്ചിട്ടുള്ള ഈ ഫണ്ട് ഉപയോഗിച്ച് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ പോഷകാഹാര പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് നമ്പർ 1. നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, ഒരു കോർഡിനേഷൻ അത് ഭരണതലത്തിൽ വേണ്ടതാണ്. ആരോഗ്യം, ട്രൈബൽ, സോഷ്യൽ ജസ്റ്റിസ്, പഞ്ചായത്ത്, ഒരു കോർഡിനേഷന് വേണ്ടുന്ന എന്തെങ്കിലും നടപടി അവരെ എടുത്തോ? 3 ട്രൈബൽ മൊബൈൽ യൂണിറ്റ് ഉണ്ട്. അത് ഊരുകളിൽ പോയി പരിശോധന നടത്തേണ്ടതാണ്. 7 പേഷ്യന്റാണ് ഓരോരോ സ്ഥലത്തും വരുന്നത്. പഞ്ചായത്ത് എന്തുകൊണ്ട് സഹായിച്ചില്ല? ട്രൈബൽ പ്രൊമോട്ടർമാർ എന്തുകൊണ്ട് സഹായിച്ചില്ല? അംഗനവാടി 190 ഉണ്ട് അവിടെ. 6 സൂപ്പർവൈസർമാരെ ഗവൺമെന്റ് നിയമിച്ചു. 6 മാസം മുമ്പ് നിയമിച്ചു. ഒരൊറ്റ ഒന്നും ജോയിൻ ചെയ്തില്ല. സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടർ ഡോക്ടർ JIS പറയുന്നു 6 മാസം മുമ്പ് ഞാൻ നിയമിച്ചതാണ്. അപ്പൊ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നടപടി എടുക്കണ്ടേ? ഹെൽത്ത് സബ് സെന്റേഴ്സ് 28 ഉണ്ട്. ഒരൊറ്റ സ്ഥലത്ത് JPHമാർ താമസിക്കാനുള്ള സൗകര്യം ഇല്ല. അതിനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ?
എന്റെ കാലഘട്ടത്തിൽ 100 ബെഡുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് അവിടെ തുടങ്ങിയത്. അത് പട്ടികജാതി വകുപ്പിനെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഏലത്തിന് വിട്ടുകൊടുത്തു. അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ, അവിടെ 13 ഡോക്ടർമാരെ നിയമിച്ചു. തിരിച്ചു വരാം ശ്രീ AK ബാലൻ. ശ്രീമതി കാളി, ഇടത് വലത് സർക്കാരുകൾ ആദിവാസി ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ശാക്തീകരണ പ്രവൃത്തികളാണെങ്കിലും ബോധവൽക്കരണ പ്രവൃത്തികളാണെങ്കിലും വേണ്ട രീതിയിൽ നടത്തിയെന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുമോ? തീർച്ചയായിട്ടുമില്ല. ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ 20 വർഷത്തിന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 1956 ITDP വന്നത്. ITDP എന്ന് പറയുന്നത് ആദിവാസികൾക്ക് മാത്രമായിട്ട് വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള ആ ആദിവാസി സ്ഥാപനത്തെ ആദിവാസികളുടെ അവകാശപ്പെട്ട സ്ഥാപനം എന്ന് മനസ്സിലാക്കിയത് തന്നെ ഇവിടെ IAS ഓഫീസർ വന്ന റൊമാനസ് ഓറോ എന്നുള്ള IFS വന്നിട്ടാണ് ഞങ്ങൾക്ക് അത് അറിയാൻ കഴിഞ്ഞത്. അതുവരെ ഞങ്ങൾക്ക് ആ സ്ഥാപനം എന്താണെന്നോ അത് ആർക്ക് വേണ്ടിയാണെന്നോ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടതും വലതും ഭരിച്ചിട്ടില്ലേ. പിന്നെ 16 വർഷമായിട്ട് അഹാഡ്സ് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഒരു ജനകീയ പങ്കാളിത്തം, ഇല്ലെങ്കിൽ ഒരു ആദിവാസികളെ കൊണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ രുചികൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ സാധിച്ചത് അഹാഡ്സ് വന്നതിന് ശേഷം മാത്രമാണ്. ഇത് ഊരുകളിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. ഇന്ന് ഇത്രയും പട്ടിണി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഖ്യമായ കാരണം അവരുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം എന്നുള്ളത് ഒരിക്കലും ഈ റേഷനറി വിതരണം ചെയ്യുന്നത് കൊണ്ടോ അതൊരു അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നടത്തിയ മെഗാമേളം പോലെയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കൊണ്ട് മാത്രം പൂർണ്ണമാകാൻ പോകുന്നില്ല. ഇതൊക്കെ ആവശ്യമാണ്. അതിനു മുമ്പ് ആദ്യം പഠിക്കേണ്ടത് ആദിവാസികൾ ആരാണെന്ന് പഠിക്കാൻ തയ്യാറാവണം. ആദിവാസികൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിച്ചവരാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട MLA പറഞ്ഞു അത് പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയാണെന്നുള്ളത്. ആ പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി അട്ടപ്പാടിയിൽ അത് നടപ്പിലാക്കിയത് എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് നടപ്പിലാക്കിയില്ല, ഇല്ലെങ്കിൽ പാലക്കാടിൽ നടപ്പിലാക്കിയില്ല, ഇതുപോലെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ശ്രീ AK ബാലൻ, ശ്രീമതി കാളി സൂചിപ്പിച്ചതുപോലെ അഹാഡ്സിന് ആദിവാസി ജീവിതങ്ങളിൽ ഉണ്ടായിരുന്ന സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം കഴിഞ്ഞ അഹാഡ്സിന്റെ ഭാവി എന്തെന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് വിപുലമായ ഒരു കർമ്മസമിതി രൂപീകരിക്കുകയുണ്ടായി. ആ കർമ്മസമിതിയുടെ നിർദ്ദേശങ്ങൾ എന്തെന്നോ അതിനെന്ത് സംഭവിച്ചെന്നോ ഉള്ളത് വ്യക്തമായിട്ടില്ല. ഇതില് ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് കറക്റ്റാണ്. അഹാഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലാവധി കഴിഞ്ഞു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതിനുശേഷം ഇപ്പം വയനാട്ടിലാണ് അട്ടപ്പാടിനെ പോലെ തന്നെ അഹാഡ്സിന്റെ പദ്ധതി ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കറക്റ്റാണ്. പക്ഷേ അഹാഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, ആദിവാസികളുടെ പുനരധിവാസം, ആദിവാസികളുടെ വീട്, ആദിവാസികളുടെ വിദ്യാഭ്യാസം, ആദിവാസികളുടെ വെള്ളം, ആദിവാസികളുടെ വെളിച്ചം, അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ, ഇതെല്ലാം അടങ്ങിയ ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞു, അതിന്റെ ഫണ്ടും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരു 1.5 കൊല്ലം ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അത് നീട്ടിക്കൊടുത്തു. പിന്നീട് നമുക്കത് ആ പദ്ധതി കഴിഞ്ഞു, പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞു. പക്ഷെ അഹാഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഗ്രാമവികസന വകുപ്പും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ അഹാഡ്സ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ മോളിന്ന് പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല. ഞങ്ങൾ തന്നെ. ശ്രീ ഗീതാനന്ദൻ, ഭരണപക്ഷത്ത് നിന്നായാലും പ്രതിപക്ഷത്ത് നിന്നായാലും രണ്ടുപേരും ഒരുപോലെ അവകാശപ്പെടുന്നത് അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താൻ കഴിഞ്ഞുവെന്നാണ്. സർക്കാരിന് കാര്യമായ രീതിയിൽ ആദിവാസി ജീവിതത്തെ സ്വാധീനിക്കാനും അതിനെ ഗുണകരമായ രീതിയിൽ മാറ്റാനും സാധിച്ചിട്ടുണ്ടോ, ഇടതായാലും വലതായാലും? രണ്ട് ഗവൺമെന്റുകൾക്കും പൂർണ്ണമായും ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ചും അട്ടപ്പാടി മേഖലയിൽ കാര്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് ഈ കുട്ടികളുടെ മരണത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അഹാഡ്സിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ പരാജയമോ അല്ലെങ്കിൽ അത് നിർത്തലാക്കിയോ വിലയിരുത്തേണ്ട സന്ദർഭമല്ല. മുൻ മന്ത്രി ശ്രീ AK ബാലൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യം അവിടെ വികസനം, പട്ടികവർഗ മേഖലയിൽ നടപ്പാക്കേണ്ട വികസന സംവിധാനങ്ങൾ മുഴുവൻ തന്നെ ദുർബലപ്പെട്ടിരിക്കുകയാണ്. അഹാഡ്സ് വന്നതോടുകൂടി ITDP അപ്രസക്തമാക്കപ്പെട്ടു പോയി എന്നുള്ളൊരു വസ്തുതയാണ്. അത് പുനരുജ്ജീവിപ്പിക്കപ്പെടണം.
അത് പുനരുജ്ജീവിപ്പിക്കുകയും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലുള്ള വ്യക്തമായ സംവിധാനമില്ലെങ്കിൽ വലിയ മേള പോലുള്ള വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഗവൺമെൻറ് ഇതൊരു പുതിയ അറിവാണ് എന്ന് മന്ത്രി PK ജയലക്ഷ്മി പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല തന്നെ 2 പ്രാവശ്യം ഹാർട്ട് സന്ദർശിച്ച് വൻ മെമ്മോറാണ്ടങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തതാണ്. എന്നിട്ട് ഹാർട്സിൻ്റെ പ്രശ്നങ്ങളിൽ, അട്ടപ്പാടിയുടെ പ്രശ്നങ്ങളിൽ അറിഞ്ഞുകൂടാ, ഈ ഗവൺമെൻറ് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നത് ഒട്ടും ആത്മാർത്ഥയില്ലാത്തൊരു വർത്തമാനമായി പോയി എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്തായാലും കാളി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, AK ബാലൻ, മിനിസ്റ്റർ PK ജയലക്ഷ്മി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരിടവേള. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. തീരാത്ത ശിശുവിലാപം, അണയാത്ത പ്രതിഷേധം. അഞ്ച് വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ ഡൽഹിയിലെങ്ങും പ്രതിഷേധം. ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ വീട്ടിലേക്ക് ആം ആദ്മി പ്രവർത്തകർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ അറസ്റ്റിലായ മനോജ് കുമാറിനെ ഇന്ന് ഡൽഹിയിൽ കൊണ്ടുവരും. ഡൽഹി ഗാന്ധിനഗറിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഉടൻ മാറ്റുമെന്നും പെൺകുട്ടിയെ ചികിത്സിക്കുന്ന എയിംസിലെ ഡോക്ടർമാർ അറിയിച്ചു. She did not require any intensive care. After her hospitalization, a medical team of 8 doctors has been constituted by the director AIIMS. സംഭവത്തിൽ ഇന്ന് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ വീട്ടിലേക്ക് ആം ആദ്മി പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. SFI പ്രവർത്തകരും ഷിൻഡെയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടി ചികിത്സയിൽ കഴിയുന്ന എയിംസ് ആശുപത്രിയിലേക്കും ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കും സ്ത്രീകളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി എത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇന്നലെ ഒരാൾ അറസ്റ്റിലായിരുന്നു. പെൺകുട്ടിയുടെ അയൽവാസിയായ മനോജ് കുമാറാണ് പിടിയിലായത്. കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു. മാനസിക ബീമാരി को शॉर्ट ट्रीटमेंट चाहिए, साधारण कानून नहीं चाहिए. इसलिए ऐसे लोगों के लिए भी फांसी का प्रावधान हो, ये मैं चाहती हूं और इसमें देर नहीं होनी चाहिए. मीडिया वन ഡൽഹി. മന്ത്രി ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് വിവാദമാകുന്നു. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മോഡിയെ സന്ദർശിച്ചതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. അതേസമയം കൂടിക്കാഴ്ച വിവാദമായതിനെ തുടർന്ന് ഷിബു നിലപാട് തിരുത്തി. വ്യാഴാഴ്ചയാണ് മന്ത്രി ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായും തൊഴിൽ മന്ത്രിയുമായും ചർച്ച നടത്തിയത്. കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് താൻ ശ്രമിക്കാറുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നുമായിരുന്നു മന്ത്രിയുടെ ആദ്യ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ച വിവാദമായതോടെ, പ്രത്യേകിച്ചും കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളിപ്പറഞ്ഞതോടെ മന്ത്രി നിലപാട് മാറ്റി. മോഡിയുടെ വികസനം രാജ്യത്തിന് ഗുണകരമാണ് എന്ന അഭിപ്രായം ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല, വികസന മോഡൽ. എന്നാൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ് ചില നടപടികൾ കൈക്കൊണ്ടത് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്. അതിന് അവിടുത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട്, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസ്ഥാനത്തിൻ്റെ നന്മ മാത്രമേ ഈ കാര്യത്തിൽ ആഗ്രഹിച്ചിരുന്നുള്ളൂ.
പക്ഷേ നിർഭാഗ്യവശാൽ അത് വിവാദമായ പശ്ചാത്തലത്തിൽ ഞാനത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണെങ്കിലും ഈ കൂടിക്കാഴ്ച സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ മാനം ഏറെയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിൽ നിർത്തുന്നത് ഗുജറാത്ത് വികസനത്തെയും അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുമാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ കക്ഷി നേതാവും മന്ത്രിയും കൂടിയായ ഒരാൾ നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ BJPയും ഇടതുപക്ഷവും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മന്ത്രി ഷിബു ബേബി ജോണിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഗുജറാത്ത് മോഡൽ വികസനം കേരളത്തിന് മാതൃകയല്ലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ശ്രീ ഷിബു ബേബി ജോണിനോട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണം കിട്ടിയ ശേഷം ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഗുജറാത്ത് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മോഡലല്ല. അതിനോട് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഏത് സാഹചര്യത്തിലാണ് പോയത്, എന്തിനാണ് പോയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ഇപ്പോഴത്തെ വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിയിട്ട് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിക്കാവൂ എന്നുള്ള നിയമം ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ മന്ത്രിസഭകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ചട്ടങ്ങളിലോ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ളതായിട്ട് ഞാൻ ഇതുവരെ എൻ്റെ അറിവിലില്ല. മന്ത്രി ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും തള്ളിപ്പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. നരേന്ദ്രമോദിയെ ഷിബു ബേബി ജോൺ എന്ന തൊഴിൽ മന്ത്രി സന്ദർശിച്ചത് കേരളത്തിലേക്ക് ആ വികസന മോഡൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞതിനോട് കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയുള്ള യാത്രയാണിത്. ഗുജറാത്ത് മോഡൽ കേരളത്തിൽ ഒട്ടും സ്വീകാര്യമായ ഒരു വികസന മോഡലല്ല. കേരളം മറ്റുള്ളവർ പകർത്തുന്ന ഈ കാലയളവിൽ ഗുജറാത്തിൽ പോയി ഒന്നും പകർത്തേണ്ടതായിട്ടില്ല. അവിടെ ഗുജറാത്തിൽ നമ്മൾ കാണുന്നത് ഇന്നും ജനങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത ഭീതി ഇവിടെ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. ഇന്നും ആ ഭീതി അവിടെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം ഉള്ള അറിവ്. അപ്പോൾ അത് അദ്ദേഹം എങ്ങനെ കണ്ടു, എന്ത് കണ്ടു എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. ഗവൺമെൻറ് മിഷനാണോ അല്ലയോ എന്നുള്ളതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നമുക്കും കൂടെ പഠിക്കാനും ഗുണകരമാക്കാനും ആലോചിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കണ്ട് അതിനെ മഹത്വവൽക്കരിക്കേണ്ട കാര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആ ഗുജറാത്ത് മോഡൽ മാതൃകയാക്കിയെടുക്കാൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കേരള മന്ത്രിസഭയിലെ ഇത്തരം ദൂതു പോകാൻ പറ്റുന്ന ഒരു മന്ത്രിയെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണ് മോഡിയെ കണ്ടതെന്ന ഷിബു ബേബി ജോണിന്റെ പ്രസ്താവന അവിശ്വസനീയമാണ്. അതല്ലെങ്കിൽ തന്റെ അറിവോടെ അല്ല ഷിബു ഗുജറാത്തിൽ പോയതെന്ന് മുഖ്യമന്ത്രി പറയണം. അങ്ങനെയെങ്കിൽ മോഡി ഷിബു ബേബി ജോൺ ചർച്ചയ്ക്ക് പിന്നിൽ എന്തെങ്കിലും സ്വകാര്യ താല്പര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. കൊടും ചൂടിന് പിന്നാലെ തലസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിൽ. കരമനയാറ്റിലെ വെള്ളം ഉപയോഗിച്ചവരിൽ മഞ്ഞപ്പിത്തവും എലിപ്പനി ബാധയും സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നഗരത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരമനയാറ്റിലെ വെള്ളം ഉപയോഗിച്ചവരിലും നീന്തൽ പരിശീലനം നടത്തിയ കുട്ടികളിലുമാണ് എലിപ്പനിയും മഞ്ഞപ്പിത്ത ബാധയും സ്ഥിരീകരിച്ചത്. 20ഓളം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ കിടക്കുന്ന ഈ വെള്ളം ഇപ്പം നമ്മൾ ഇറങ്ങി കാല് കൈ ഇടുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുമാതിരി എണ്ണ കുടഞ്ഞ് കിടക്കും പോലെയുള്ള കട്ട അവിടെ. പക്ഷേ അത്രയ്ക്കും അത് കൊതുകുകൾ വളരാനും ഇത്തിരി വെള്ളം കിടക്കുമ്പോൾ പിന്നെ കൊതുകിനെ വളരാൻ എനിക്ക് കേൾക്കണോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കൂടെ ഇപ്പം ഈ അവസ്ഥയിൽ. കരമനയാറ്റിൽ തിരുവല്ലം ഭാഗത്ത് പാർവതി പുത്തനാർ സന്ധിക്കുന്നിടത്താണ് രൂക്ഷമായ മലിനീകരണമുള്ളത്. ജലജന്യ രോഗ കാരണമായ ബാക്ടീരിയയുടെ അളവ് ഗണ്യമായി വർദ്ധിച്ചതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഗരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കൊതുക് പെരുകിയതാണ് ഡെങ്കിപ്പനി പടരുന്നതിന് കാരണം. രോഗം പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ സാന്ദ്രതയിൽ വർധനവുണ്ടായതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടുത്ത വേനലിലും ഡെങ്കിപ്പനി പടരുന്നതിനാൽ മലിനജലം കെട്ടിനിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.
പെരുകുന്ന മനുഷ്യാവകാശ ധ്വംസനം. പോലീസ് സ്റ്റേഷനുകളിലെ നിരീക്ഷണ സംവിധാനം പ്രവർത്തനരഹിതം. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. തെക്കൻ ചൈനയിലെ സിച്ചുവാൻ മേഖലയിലുണ്ടായ ഭൂചലനത്തിൽ 156 പേർ മരിച്ചു. 5000-ലധികം പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് പ്രാദേശിക സമയം 8 മണിക്കായിരുന്നു. ചൈനയിലെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ സിഷുവാനിൽ ഇന്ന് രാവിലെയാണ് ഭൂകമ്പം ഉണ്ടായത്. സിഷുവാനിലെ ലുഷാനിനടുത്ത ഗ്രാമമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. സ്കൂളിൽ ക്ലാസ് നടക്കുന്ന സമയമായതിനാൽ കൂടുതൽ കുട്ടികൾ അപകടത്തിൽപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. റിസർവ് സൈനികരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. തുടർചലനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. വൈദ്യുതി, വെള്ളം എന്നിവയുടെ വിതരണം താറുമാറായി. ഭൂകമ്പം ബാധിച്ച യാൻ നഗരത്തിൽ 1.53 മില്യൺ ജനസംഖ്യയുണ്ട്. 5 വർഷം മുമ്പും ഇവിടെ ശക്തമായ ഭൂകമ്പമുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. TP വധക്കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. CPM-ന്റെ ഉന്നത തലത്തിലാണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. TP വധത്തെക്കുറിച്ച് CPM നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു. വധവുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ അന്വേഷണത്തെ അട്ടിമറിക്കാൻ CPM ശ്രമിക്കുകയാണ്. നീതി നിർവഹണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള CPM-ന്റെ ഈ ശ്രമം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. TP കേസിൽ നാടൻ കോടതികൾ വിധി പറയേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നീതി പരിശോധിച്ച് കോടതി വിധി പറയും. അതുവരെ കാത്തു നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും തിരുവഞ്ചൂർ മലപ്പുറത്ത് പറഞ്ഞു. കോടതി വിധി പറയുന്നതിന് മുമ്പ് വെറുതെ വിധിക്കുന്നത് അതെന്തൊന്ന് വിധിയാ? നാടൻ വിധിയോ? അങ്ങനൊരു വിധി നീതിന്യായത്തിലില്ല. വിധി കോടതിയാണ് പറയേണ്ടത്. കോടതി കേസ് കേൾക്കും, അവരും മൊഴിയെടുക്കും, തെളിവുകളെല്ലാം പരിശോധിക്കും, എന്നിട്ട് കോടതി വിധിക്കട്ടെ. കോടതിക്കുള്ളത് കോടതിക്ക് വിട്. നാടൻ കോടതി ഇതിൽ ഇടപെടാതിരിക്കട്ടെ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം പ്രവർത്തനരഹിതമെന്ന രേഖകൾ. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച പോലീസ് സ്റ്റേഷനുകളിൽ മിന്നൽ പരിശോധന നടത്താൻ അധികാരമുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ സമിതി ഇതുവരെയും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പരിശോധന നടത്തിയിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2011 പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാർക്കും അംഗങ്ങൾക്കും പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ജനറൽ കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ വിവരങ്ങളും അവസ്ഥയും പരിശോധിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്.
2010 DK ബസു പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയും മനുഷ്യാവകാശ കമ്മീഷന് സ്റ്റേഷൻ പരിശോധിക്കാനുള്ള അധികാരം നൽകിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതുവരെയും മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ പോലും സന്ദർശിച്ചിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം കൈമാറിയ രേഖകളിൽ വ്യക്തമാക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കർക്കശമായി പരിശോധിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് നിരീക്ഷണ സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിക്കുകയാണ് വേണ്ടത്. ഈ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്കപ്പുകളിൽ നടക്കുന്ന പോലീസ് പീഡനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയൂ. ചില വനിതാ ജയിലുകൾ സന്ദർശിച്ചതൊഴികെ ഇത്തരമൊരു അധികാരത്തെക്കുറിച്ച് വനിതാ കമ്മീഷനും അറിഞ്ഞ ഭാവമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം കേരളം എതിർത്തിരുന്നു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി, പൊതുപ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട സമിതി രൂപീകരിക്കുന്നത് പോലീസിന്റെ കാര്യക്ഷമതയെ ബാധിക്കുമെന്നായിരുന്നു കേരളത്തിന്റെ വിലയിരുത്തൽ. നിലവിലെ പോലീസ് ആക്ടിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നിലവിലുള്ള സംവിധാനങ്ങൾ നിർജ്ജീവമാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യൻ വംശജയായ സവിത ഹാലപ്പൻ അവരുടെ മരണം വൈദ്യശാസ്ത്രപരമായ അബദ്ധമായിരുന്നുവെന്ന് ജൂറിയുടെ അന്വേഷണ റിപ്പോർട്ട്. ഗർഭഛിദ്രം നിഷേധിച്ചതിനെ തുടർന്ന് അയർലൻഡിലെ ആശുപത്രിയിലാണ് സവിത മരിച്ചത്. രക്തത്തിൽ അണുബാധയുണ്ടാകുന്ന സെപ്റ്റീമിയ എന്ന രോഗമുള്ളതിനാൽ ഗർഭഛിദ്രം നടത്തണം എന്ന് സവിത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കത്തോലിക്ക രാജ്യമായ അയർലൻഡിൽ ഗർഭഛിദ്രം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സവിതയുടെ അപേക്ഷ ആശുപത്രി അധികൃതർ നിഷേധിച്ചു. സംഭവത്തിൽ സവിതയുടെ ഭർത്താവ് പ്രവീൺ ഹാലപ്പൻ അവരോട് മാപ്പപേക്ഷിക്കാൻ താൻ തയ്യാറാണെന്ന് അയർലൻഡ് ആരോഗ്യമന്ത്രി ജെയിംസ് റെയ്ലി പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും ജൂറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ റിമാൻഡ് 2 ആഴ്ച കൂട്ടി നീട്ടാൻ പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി ഉത്തരവിട്ടു. റിമാൻഡ് കാലാവധിയിൽ മുഷറഫ് ജയിലിൽ കഴിയേണ്ടി വരും. വെള്ളിയാഴ്ച അറസ്റ്റിലായ മുഷറഫിനെ പോലീസ് ആസ്ഥാനത്തെ ഗസ്റ്റ് ഹൌസിലാണ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഫാം ഹൌസിൽ വീട്ടുതടങ്കലിലായ മുഷറഫിനെ പിന്നീട് രഹസ്യമായി പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ മുഷറഫിനായി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് മുഷറഫിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ബോസ്റ്റൺ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. പ്രതിയെന്ന് സംശയിച്ച് പോലീസ് വെടിവെച്ച് കൊന്ന ചെച്ചിനിയൻ സ്വദേശി തമർലാൽ സർനേവിന്റെ സഹോദരൻ ഷോക്കർ സർനേവാണ് പിടിയിലായത്. എന്നാൽ ഇവർ നിരപരാധികളാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ തന്നെ പോലീസ് പ്രദേശം വളഞ്ഞിരുന്നു. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശവും നൽകി. അക്രമിയെന്ന് സംശയിക്കുന്നയാൾ പ്രദേശത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള തെരച്ചിലിനൊടുവിലാണ് അറസ്റ്റ് വിവരം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിച്ചു. 10 വർഷത്തോളമായി അമേരിക്കയിൽ താമസിക്കുന്നവരാണ് സംശയിക്കപ്പെടുന്ന ചെച്നിയൻ സഹോദരങ്ങൾ. ഇപ്പോൾ അറസ്റ്റിലായ സൊക്കർ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഇവർ നിരപരാധികളാണെന്ന് കാട്ടി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ അവർ FBI അധികൃതരോട് ആവശ്യപ്പെട്ടു. I called them and I said, please take that into account. Give evidence. Give at least evidence to family members. Because I will never accuse my relatives, my close nephews, without having evidence. തിങ്കളാഴ്ച പ്രശസ്തമായ ബോസ്റ്റൺ മാരത്തണിനിടെയുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും 176 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. തൃശൂർ പൂരം നാളെ. ആഘോഷത്തിനായി പൂരനഗരി ഒരുങ്ങി. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാമ്പ് 3 ശരി. പൂരങ്ങളുടെ പൂരത്തിന് തൃശ്ശൂർ
സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. പൂരങ്ങളുടെ പൂരത്തിന് തൃശൂർ ഒരുങ്ങി. തൃശൂർ പൂരം നാളെ. ആഘോഷത്തിനായി പൂരനഗരി ഒരുങ്ങി. നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്ത് തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. രാവിലെ 9:30 മണിയോടെയാണ് നെയ്തലക്കാവ് സംഘം തേക്കിൻകാട് മൈതാനത്തെത്തിയത്. തുടർന്ന് ശ്രീമൂലം സ്ഥാനത്ത് തൊട്ട് പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിൽ കടന്നു. പിന്നെ വടക്കുംനാഥനെ വന്ദിച്ച് ക്ഷേത്രപ്രദക്ഷിണം. പിന്നെ പൂരത്തിന്റെ വരവറിയിച്ച് ശംഖുനാഥം മുഴക്കി. പിന്നീട് വടക്കുംനാഥന്റെ അനുവാദം വാങ്ങി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക്. ശക്തൻ തമ്പുരാന് നെയ്തലക്കാവ് ക്ഷേത്രവുമായി ആത്മബന്ധമുണ്ടായിരുന്നു. അതാണ് ഈ അനുഷ്ഠാനത്തിനു പിന്നിൽ. നാളെ കണിമംഗലം ശാസ്താവ് മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്നത് തെക്കേ ഗോപുര നടവഴിയാണ്. തുടർന്ന് എല്ലാ പൂരങ്ങളും വടക്കുംനാഥനെ വന്ദിച്ച് പുറത്തിറങ്ങുന്നതും ഇതുവഴി തന്നെ. വർഷത്തിൽ 2 തവണ മാത്രമാണ് തെക്കേ ഗോപുര നട തുറക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ചില്ല. നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട വഴി പുറത്തിറങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ പി സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. പൂരമെടുത്തതോടെ അണിഞ്ഞൊരുങ്ങുകയാണ് ആനകൾ. എഴുന്നള്ളത്തിന് മുമ്പായി ഇവരെ കുളിപ്പിക്കുന്ന തിരക്കിലാണ് പാപ്പാന്മാർ. മണിക്കൂറുകൾ വേണം ഒരാനയെ കുളിപ്പിച്ചെടുക്കാൻ. ഇതാണ് ആനക്കുളി എന്ന് പറയുന്നത്. ചില്ലറ പണിയൊന്നുമല്ല ഒരാനയെ കുളിപ്പിച്ചെടുക്കാൻ. ഇവന്മാരുടെ ദേഹത്ത് ഇത്ര മണ്ണും ചെളിയും ഉണ്ടെന്നറിയുന്നത് പൂരത്തിനായി ഇവരെ കുളിപ്പിക്കുമ്പോഴാണ്. മണ്ണിറക്കൽ എന്ന് വേണമെങ്കിലും ഇതിനു പറയാം. കാരണം ആനയുടെ ദേഹത്തിട്ട് ചകിരിയും ബ്രഷും ഉപയോഗിച്ച് ഉരച്ചു കഴുകും. കൊമ്പും നഖവും തേച്ച് വെളുപ്പിക്കും. 2-3 ആളുകൾ വേണം ഒരാനയെ കുളിപ്പിക്കാൻ. കുളിപ്പിക്കുമ്പോൾ ഇവർ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നുകൊടുക്കും. ദേഹത്തുള്ള ചെളി പോകുന്നതിൻ്റെയും തണുത്ത വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെയും സന്തോഷമുണ്ട് ഇവയോരോന്നിനും. പൂരത്തിനാണിവർ ശരിക്കൊന്ന് കുളിക്കുന്നത്. ആന ശരിക്കുള്ള നിറത്തിലെത്തുന്നതും പൂരത്തിനാണെന്ന് പറയേണ്ടി വരും. ഒടുവിൽ സുന്ദരനായതിൻ്റെ എല്ലാ സന്തോഷവും ഉണ്ടാകും ഇവന്റെ മുഖത്ത്. തിരഞ്ഞെടുത്ത 30 ആനകളാണ് പൂരത്തിന് അണിനിരക്കുക. മീഡിയ 1 തൃശൂർ. IPL-ലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. 4 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചത്. രവീന്ദ്ര ജഡേജയാണ് മാൻ ഓഫ് ദ മാച്ച്. ആകാംക്ഷമുറ്റിയ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉജ്ജ്വല ജയം, അതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തട്ടകത്തിൽ. വീണ്ടും ടീമിന്റെ രക്ഷകനായി രവീന്ദ്ര ജഡേജ അവതരിച്ചു. 14 പന്തിൽ നിന്നാണ് ജഡേജ 36 റൺസ് എടുത്തത്. 3 4-ഉം 3 6-ഉം ജഡേജയുടെ ഇന്നിംഗ്സിന് ചാരുതയേകി. 120 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ഓപ്പണറായി ഇറങ്ങിയ അശ്വിൻ തുടക്കത്തിലെ മടങ്ങി. മൈക്ക് ഹസി 40 റൺസ് നേടി മികച്ച കളി കാഴ്ചവെച്ചു. എന്നാൽ പിന്നീടെത്തിയ മുരളി വിജയ്ക്കും സുരേഷ് റെയ്നക്കും മഹേന്ദ്ര സിംഗ് ധോണിക്കും താളം കണ്ടെത്താനായില്ല. തോൽക്കുമെന്ന നിമിഷത്തിലാണ് ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയിപ്പിച്ചത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ക്യാപ്റ്റൻ ഗൗതം ഗംഭീറും യൂസുഫ് പത്താനും മികച്ച തുടക്കം നൽകി. ഇരുവരും 25 റൺസ് വീതം നേടി. ജാക്കസ് കാലിസ് അക്കൗണ്ട് തുറക്കാതെ ബദ്രിനാഥിന്റെ ത്രോയിൽ റണ്ണൌട്ടായത് കൊൽക്കത്തയെ ഞെട്ടിച്ചു. മധ്യനിരയിൽ ഇയാൻ മോർഗനും മനോജ് തിവാരിക്കും തിളങ്ങാനാവാത്തതും കൊൽക്കത്തയുടെ സ്കോറിംഗിനെ ബാധിച്ചു. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത 119 റൺസ് എടുത്തത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് നേടി ബൗളിംഗിലും തിളങ്ങി. അശ്വിൻ 2 വിക്കറ്റും നേടി. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. IPL-ലെ ഇന്നത്തെ 2ാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് 118 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 35 റൺസ് എടുത്ത ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡാണ് രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് സ്കോറർ. സ്റ്റുവർട്ട് ബിന്നി 33 റൺസ് എടുത്ത് ദ്രാവിഡിന് മികച്ച പിന്തുണ നൽകി. ചലഞ്ചേഴ്സിന് വേണ്ടി RP സിംഗും വിനയ് കുമാറും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ബാംഗ്ലൂർ 18 റൺസ് എടുത്തിട്ടുണ്ട്. വയനാട് പാടിച്ചിറ തുണ്ടിയിൽ ബാബുവിൻ്റെയും റോസമ്മയുടെയും ജീവിതത്തിന് പാലപ്പത്തിൻ്റെ മൃദുലതയാണ്. കഷ്ടതകളുടെ നടുവിൽ നിന്നാണ് ഇവർ ഇന്നത്തെ ഈ ജീവിതം പടുത്തുയർത്തിയത്.
12 വർഷം മുമ്പാണ് ബാബുവിന്റെയും റോസമ്മയുടെയും ജീവിതത്തിന് നിറം പകർന്ന് പാലപ്പം എത്തിയത്. പുൽപ്പള്ളിയിലെ സിനിമാ തിയേറ്ററിൽ മാനേജറായിരുന്നു ബാബു. സിനിമാ വ്യവസായം പ്രതിസന്ധിയിലായതോടെ തിയേറ്റർ പൂട്ടി. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് പാലപ്പത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഒരു സ്റ്റവും 2 അപ്പച്ചട്ടിയുമായി തുടങ്ങിയ കച്ചവടം ഇപ്പോൾ 12 സ്റ്റവിലും 32 അപ്പച്ചട്ടിയിലും എത്തി നിൽക്കുന്നു. മണിക്കൂറിൽ 600ഓളം പാലപ്പമാണ് ഇവരുടെ അടുക്കളയിൽ ചുട്ടിറങ്ങുന്നത്. പാലപ്പമാണ് ഞങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ കൂടെ കള്ളപ്പം ഉണ്ടാവും. ഇപ്പോൾ സീസൺ ടൈമാണ്, നല്ല രീതിയിൽ പോകുന്നു. ഒക്കെ വരുന്ന ഓർഡറുകൾ മുഴുവൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. വയനാട് ജില്ലയിലും പുറത്തും ഇപ്പോൾ ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. പ്രതിദിനം 3000 അപ്പം ഇപ്പോൾ നിർമ്മിക്കുന്നു. പ്രധാന ടൗണുകളിലെ ഹോട്ടലുകളിലും ആഘോഷ പരിപാടികളിലും പാലപ്പം ഇപ്പോൾ പ്രധാന വിഭവമാണ്. പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയാൽ രാത്രി വരെ അടുക്കളയിൽ തന്നെ. അരി പൊടിക്കുന്നതും കുഴയ്ക്കുന്നതുമെല്ലാം യന്ത്രത്തിന്റെ സഹായത്തോടെയാണ്. 5 തൊഴിലാളികൾ ഇപ്പോൾ സ്ഥിരമായുണ്ട്. പാലപ്പത്തിന്റെ പ്രത്യേക രുചിയാണ് ഇത്രയും ആളുകൾ തേടി വരാൻ കാരണമെന്ന് ഇവർ പറയുന്നു. ബാബുവിന്റെയും റോസമ്മയുടെയും ജീവിതത്തിന് രുചി ചേർത്ത പാലപ്പമാണിത്. കാർഷിക മേഖല പാടെ തകർന്ന പുൽപ്പള്ളിയിൽ നിന്നാണ് അപ്പച്ചട്ടിയിലെ ഈ വിജയഗാഥ. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-ൽ പ്രതിസന്ധി രൂക്ഷം. മുന്നണി വിടാൻ JSS തീരുമാനിച്ചു. അപമാനം സഹിച്ച് ഒരു നിമിഷം പോലും തുടരാനാകില്ലെന്ന് KR ഗൗരിയമ്മ. അവസരവാദ രാഷ്ട്രീയം തുടർന്നാൽ UDF വിടേണ്ടി വരുമെന്ന് MV രാഘവന്റെ മുന്നറിയിപ്പ്. ഉമ്മൻചാണ്ടി ദുർബലനായ മുഖ്യമന്ത്രിയാകരുതെന്ന് പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും വയലാർ രവി. MVR-മായി വയലാർ രവി കൂടിക്കാഴ്ച നടത്തി. പട്ടിണി മരണങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രിതല സംഘം അട്ടപ്പാടി സന്ദർശിച്ചു മടങ്ങി. അട്ടപ്പാടിയിലെ സ്ഥിതി ഇത്രയും ഗുരുതരമാണെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി PK ജയലക്ഷ്മി. അട്ടപ്പാടിക്കായി സമഗ്ര പാക്കേജ് നടപ്പാക്കുമെന്നും മന്ത്രി. വിവരങ്ങൾ ധരിപ്പിക്കാൻ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഊരുകളിലെ പട്ടിണി മരണം നിലവിലെ കണക്കുകൾക്കും അപ്പുറം. മീഡിയ 1 അന്വേഷണം. പ്രതിഷേധ കനലിൽ ഇന്നും ഡൽഹി. 5 വയസ്സുകാരി പീഡനത്തിനിരയായതിൽ തലസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. കേസിൽ അയൽവാസി യുവാവ് അറസ്റ്റിൽ. കുട്ടി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ. മന്ത്രി ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് വിവാദത്തിൽ. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മോദിയെ സന്ദർശിച്ചതെന്ന് മന്ത്രി. കൂടിക്കാഴ്ച തെറ്റായി പോയെന്നും ഷിബു ബേബി ജോൺ. മന്ത്രിയോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. BJP അറിഞ്ഞായിരുന്നു യാത്രയെന്ന് V മുരളീധരൻ. ചൈനയെ പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിൽ 156 മരണം. 5000-ത്തിലധികം പേർക്ക് പരുക്ക്. അനേകങ്ങളെ കാണാതായി. ഭൂചലനമുണ്ടായത് തെക്കൻ ചൈനയിലെ സിച്ചുവാൻ മേഖലയിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 4 വിക്കറ്റ് ജയം. രവീന്ദ്ര ജഡേജയ്ക്ക് 3 വിക്കറ്റ്. രാജസ്ഥാനെതിരെ ബാംഗ്ലൂരിന് 118 റൺസ് വിജയലക്ഷ്യം. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. you